എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇന്ന് മാസത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ ആഴ്ചയുടെ അവസാന ദിവസമാണ്. നമ്മുടെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ അവസാന ദിവസമാണ്. ഇന്നത്തോടെ അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനത്തെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ പല അവസാനങ്ങളും ഉണ്ടെങ്കിലും ഇത് ലോകാവസാനമല്ല. ഇനിയും നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിലെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ഈ സന്ദേശം കേട്ട് ധ്യാനിച്ചും ബലപ്പെട്ടും പ്രാർത്ഥിച്ചും അനുഗ്രഹിക്കപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അഭിമാനിക്കുന്നു. ജീസസ് എവരിയുടെ പ്രൈസ് ജനറേഷൻ മീഡിയയുടെ ജീസസ് എവരിയുടെ പ്രോഗ്രാം വളരെ ചിലവുള്ള ഈ പ്രോഗ്രാം വളരെ നാളുകളായിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത്. എഡിറ്റ് ചെയ്യാനും അതിൻ്റെ പുറകിൽ റെക്കോർഡ് ചെയ്യാനും അതിനുവേണ്ടി ഉറക്കളിക്കാനും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും ഭാരിച്ച ചിലവുണ്ട്. ഇതിനു വേണ്ടി കുറേ പേരെ കർത്താവ് കഷ്ടപ്പെടാൻ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ചിലരൊക്കെ ഇടക്ക് ഒരു കൂട്ടായ്മ, സാമ്പത്തിക കൂട്ടായ്മ തരും. അതെല്ലാം ദൈവം തരുന്ന ഒരു അത്ഭുതമാണ്. കാരണം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയുള്ള ചില സഹായങ്ങളൊക്കെ ആ ഫെലോഷിപ്പും അതിനാവശ്യമാണ്. നിങ്ങളിൽ പലരും അത് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷനായിട്ട്, ഒരു ഓഫറിംഗ് ആയിട്ട്, ഏത് നിലയിലും ഒരു കൈത്താങ്ങൽ തരാം. പുതിയ എക്യുപ്മെൻസുകളുടെ ആവശ്യമുണ്ട്, പുതിയ ക്യാമറകളുടെ ആവശ്യമുണ്ട്, പുതിയ കമ്പ്യൂട്ടറുകളുടെ ആവശ്യമുണ്ട്, വലിയ ഭാരിച്ച ചെലവുകളുണ്ട്. യേശുവിനെ ലോകം മുഴുവനും അറിയണം. അനേക ദൈവവേലക്കാരെ എഴുന്നേൽപ്പിക്കണം. ഞങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയിൽ ബലപ്പെട്ട് നിൽക്കുക. ഈ ഒരു തീമിലാണ് ഞാൻ എൻ്റെ സന്ദേശം കൊണ്ടുപോകുന്നത്. പുതുതായി വരുന്ന ഒരാൾ രക്ഷയിലേക്ക് വരുന്ന ഒരു സന്ദേശമല്ല ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വളരെ വർഷങ്ങളായ പലരും മനം തിരിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തിയുടെ അടുത്ത അധ്യായമായിട്ട് നിങ്ങൾ മാറണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവ് അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 28-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒടുവിലത്തെ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. 29 മുതൽ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ. കയ്യിൽ ചങ്ങലയുണ്ടായ ഒരു കുറ്റവാളിയെ പോലെയല്ല പൗലോസ് ജീവിച്ചത്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയം കയ്യിൽ ചങ്ങലയുണ്ടായിരുന്നു. ബൈബിൾ ഇതുപോലെ ചങ്ങല ധരിച്ചവരുടെ എണ്ണം കുറവാണ്. പലരും ചങ്ങല ധരിച്ചിട്ടുണ്ട്, എന്നാൽ നാളുകൾ ചങ്ങല ധരിച്ച വ്യക്തി, ചങ്ങല ഒരു വസ്ത്രം പോലെ ധരിക്കേണ്ടി വന്ന ഒരു വ്യക്തി. ഇതെൻ്റെ വിധി എന്ന് താൻ പറഞ്ഞിട്ടില്ല, ഇതെൻ്റെ വിളി എന്ന് താൻ പറഞ്ഞു, ഇതെൻ്റെ കൃപയാണെന്ന് പറഞ്ഞു. ഇത് വിധിയല്ല, ഈ ചങ്ങല ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആ ചങ്ങലയാണ് പൗലോസിന് രാജാക്കന്മാരുടെ അടുക്കലേക്ക് പോകാനുള്ള എളുപ്പ വഴിയായി മാറിയത്. അതല്ലാതെ വേറെ ഒരു രീതിയിലും രാജാക്കന്മാരുടെ അടുക്കൽ ചെല്ലാൻ മാർഗമില്ല. വിസ്തരിക്കപ്പെടണമെങ്കിൽ, നാടുവാഴികളുടെ മുൻപിൽ വിസ്തരിക്കപ്പെടണമെങ്കിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ താനാകണം. അതിനുവേണ്ടി
ചങ്ങല ധരിക്കുവാൻ താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഒന്നും കുറവായിട്ടില്ല. കാരണം ക്രിസ്തു നമ്മുടെ വേദനകളെ, ശാപങ്ങളെ, രോഗങ്ങളെല്ലാം വഹിച്ചു. ക്രിസ്തുവിന് വേണ്ടി ബാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പൗലോസിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരേണ്ടി വരും. പൗലോസ് നമ്മുടെ നിന്ദകളെ ചുമന്നതായിട്ട് ഇല്ല. യേശു ക്രിസ്തു മുഴുലോകത്തിൻ്റെ പാപവും ശാപവും വഹിച്ചു. അവൻ പൂർണ്ണമായി വേദനയെ അനുഭവിച്ചു. ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട വേദന. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്നൊരു പ്രയോഗമാണ്. അതൊരു ടീച്ചിങ് ഒന്നുമല്ല, ഒരു പ്രയോഗം. ഇനി എന്തെങ്കിലും കുറവാണെങ്കിൽ ഞാൻ ഏറ്റെന്നാണ് പറയുന്നത്, അല്ലാതെ അത് ഒരു കാര്യമായി എടുക്കണ്ട. യേശു കർത്താവ് സകലത് നിവൃത്തിയാക്കി. പൗലോസിനൊന്നും ബാക്കി വെച്ചില്ല എന്നർത്ഥം. എങ്കിലും പൗലോസ് ദൈവരാജ്യത്തിൽ കഷ്ടത സഹിച്ച്, തൻ്റെ ലേഖനങ്ങളിലുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ അവർ നിരാശപ്പെട്ടു എന്നല്ല, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത എന്ന ഒരു കാഠിന്യം ഒഴിഞ്ഞു മാറാൻ പലതിൽ നിന്നും താൻ നോക്കി 3 വട്ടം പ്രാർത്ഥിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അവിടെ പൗലോസ് തന്നെ പറയുന്നു, ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു ആ വിഷയത്തിനായി, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറയും. അപ്പം കൃപ കഷ്ടങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശക്തി തരുന്ന ഒന്നാണ്. കൃപയില്ലാത്തവൻ കഷ്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. കൃപയുള്ളവൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ശക്തിയുള്ള വ്യക്തിയായി മാറും. എവിടെ വേദനയുണ്ടോ അവിടെ നേട്ടമുണ്ട്. വേർ ഈസ് പെയിൻ there ഈസ് ഗെയിൻ. അപ്പോൾ വേദനകളില്ലാതെ നേട്ടങ്ങളില്ല. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ നമുക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓടുമ്പോൾ നമ്മളിരുന്ന് കൈയടിക്കും, പന്ത് കളി കാണുമ്പോൾ കൈയടിക്കും. എന്നാൽ നമ്മൾ കാണുന്ന അവർ എത്രയോ നാളുകളായി വേദനയിലൂടെയാണ് അവർ പരിശീലനങ്ങൾ നടത്തിയത്. ഒരു പിന്നാമ്പുറമുണ്ട് എല്ലാവർക്കും. വേദനയുടെ ഒരു പിന്നാമ്പുറം കടന്നു വന്നവരാണ് മെഡലുകളുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുന്നത്. വേദനകളുടെ പിന്നാമ്പുറത്തുകൂടി വന്നവർ നേട്ടങ്ങളുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറും. അതാണ് പൗലോസ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ആരും വേദന കൊണ്ടും കഷ്ടത കൊണ്ടും ചങ്ങല കൊണ്ടും തോറ്റുപോകത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തീയ മാർഗത്തെ അറസ്റ്റ് കൊണ്ടും ജയിൽ കൊണ്ടും പീഡനം കൊണ്ടും തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, എൻ്റെ പ്രിയ കൂടപ്പിറപ്പേ, ഈ മാർഗം വളരത്തേ ഉള്ളൂ. ഇത് ഉപദ്രവിക്കുന്നവരും ആർത്തു വളരും. ഇതിനെ വളരാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കുസ്തന്തിനോസ് ചെയ്തതുപോലെ ചെയ്താൽ മതി. സഭയ്ക്കെല്ലാ സൗകര്യവും ചെയ്തു തന്നാൽ മതി. സഭയ്ക്ക് കെട്ടിടം, സഭയ്ക്ക് നല്ല ബിൽഡിങ്ങുകൾ, ദൈവവേലക്കാർക്ക് നല്ല താമസ സൗകര്യം, ഭക്ഷണം, ജീവിത ചുറ്റുപാട് എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥനയൊക്കെ നിർത്തി ചുമ്മാ കുത്തിയിരിക്കും. വേദനയില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന അങ്ങോട്ട് കുറയും. ദൈവരാജ്യം ഇല്ലാതെയാകാൻ ഒറ്റ മാർഗമുള്ളൂ, കുസ്തന്തിനോസുമാർ രംഗത്ത് വന്നാൽ മതി. കുസ്തന്തിനോസ് എന്ന ചക്രവർത്തി ഒരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ കുരിശ് അടയാളം വെച്ച് പോയി യുദ്ധം ജയിച്ചെന്നാണ് ചരിത്രം. അതിനുശേഷം താൻ ക്രിസ്ത്യാനിയായി ക്രിസ്തു മതം സ്വീകരിച്ച് ദൈവസഭയിലോട്ട് വന്നു. മാനസാന്തരപ്പെടാത്ത ഇങ്ങേര് നിമിത്തം സമ്പത്ത് ദൈവസഭയ്ക്ക് കുമിഞ്ഞുകൂടി.
രാജാവ് കൂടെയുള്ളത് കൊണ്ട് പീഡനമില്ല, വേദനയില്ല, കണ്ണുനീരില്ല. അങ്ങനെ സഭ തണുത്തുറഞ്ഞ് ഒരു AD 40-45 ആയപ്പോഴേക്കും സഭ ഉറക്കത്തിലേക്ക് പോയി. പീഡനമില്ല, വേദനയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്തീയ മതമാണ് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നവരെയെല്ലാം മതമാണ്, ക്രിസ്തീയ മതമാണ് ലോകത്തിൽ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പിന്നെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയായി മാറി. മറ്റുള്ളവരെ ജീവിപ്പിക്കേണ്ട മാർഗം മറ്റുള്ളവരെ കൊല്ലുന്ന മാർഗമായി മാറി. എന്താ കാര്യം? കഷ്ടത എന്ന ആ അനുഭവം ദൈവരാജ്യത്തിൽ നിന്ന് പോയതാണ് എന്ന് കരുതി കഷ്ടപ്പെടണമെന്നല്ല ഈ പറഞ്ഞത്. കഷ്ടത കൊണ്ട് ദൈവരാജ്യത്തെ തോൽപ്പിക്കാമെന്ന് ആരും മോഹിക്കേണ്ട. അത് ചുമ്മാതാ. ആരെങ്കിലും കഷ്ടതയിലൂടെ, ഉപദ്രവത്തിലൂടെ ദൈവസഭയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പായലില്ലേ, പായൽ വളരുന്നത് പോലെ. ഈ പായലിൻ്റെ പ്രത്യേകത തുടക്കത്തിൽ അവിടെ ഇവിടെ 1-2 കാണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്ന കാണാം. പിന്നെ ഇതിനെ പൊക്കി മാറ്റണമെങ്കിൽ മറ്റേ ആര് വരണം? JCB വരണം. അതുപോലെ കിൻഡൽ കണക്കിന് ഇവൻ അങ്ങോട്ട് വന്ന് നിറയും. ഇതാണ് ദൈവരാജ്യം. തുടക്കത്തിൽ അവിടെ ഇവിടെ 1-2 പേരൊക്കെ സ്നാനപ്പെട്ടതേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഒരാളെ ഇറങ്ങിയുള്ളൂ. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഇതങ്ങോട്ട് വർദ്ധിക്കും. അതിൻ്റെ കാരണം ഇവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരാളും പ്രശ്നങ്ങൾ കൊണ്ട് തോറ്റുപോകില്ല. ഇതാ പൗലോസ് പ്രാഗൽഭ്യത്തോടെ ചങ്ങല ധരിച്ചുകൊണ്ട് തൻ്റെ അടുക്കൽ വരുന്നവരോടെല്ലാം സുവിശേഷം പറഞ്ഞ് ഏറ്റൊടുവിൽ ഒരു ലേഖനത്തിലുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു. തൻ്റെ മുറിയിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് നോക്കിയിട്ടാണ് താൻ പറഞ്ഞത്. തന്നെ കഴുത്ത് വെട്ടിയാ കൊന്നത് എന്ന് ചരിത്രം പറയുന്നു. ആ ഡേറ്റ് തൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു. നോക്കി, എൻ്റെ നിര്യാണകാലം അടുത്തു. അവസാനം വരെ കരയാതെ, അവസാനം വരെ ചിരിച്ചുകൊണ്ട്, അവസാനം വരെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവോടെ സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാരുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 28 വരെയുള്ളത് ഒരു 28 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കൊന്ന് വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മാറിയിരിക്കും. അടുത്ത അപ്പോസ്തലൻ നിങ്ങളായിരിക്കും. നിങ്ങളിൽ ഒരു അപ്പോസ്തലൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. കഷ്ടതകളെല്ലാം വരുമ്പോൾ ആ അപ്പോസ്തലൻ പുറത്തേക്ക് ചാടാൻ അവസരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക, ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുക, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് തന്ന അപ്പോസ്തല പ്രവൃത്തി അത് 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ധ്യാനിച്ച് അതിനകത്തുള്ള ആത്മീക സത്യങ്ങൾ പ്രാപിപ്പാനും അതിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് തന്ന ഈ വിലപ്പെട്ട നിധികളെ ഓർത്ത് സ്തോത്രം. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 29, 30, 31 അധ്യായങ്ങളായി ഇവർ തീരട്ടെ. പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവർക്കെതിരെ വരുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ തൻ്റെ ഇടത്തോടെ ഇവർ നിൽക്കട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം ഞായറാഴ്ച 8 മണിക്ക് നമ്മുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് കടന്നു വന്ന് പങ്കെടുക്കുക. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്ന് ഉച്ചയോടെ അവസാനിക്കും. ഇന്ന് വരാൻ താല്പര്യമുള്ളവർ കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടാം. തിങ്കളാഴ്ച മുതൽ ഇനിയും ജീസസ് എവരിയുടെ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആമേൻ. Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth, Yahweh
Sabaoth, Yahweh Sabaoth, Yahweh Sabaoth. Sabaoth ചേർന്ന് പാടിയട്ടെ. Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth, oh Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth, Yahweh Sabaoth. സഭ ചേർന്ന് ചേർന്ന് സഭ ചേർന്ന് കർത്താവ് റെഡിയാ. പക്ഷേ കർത്താവിന് ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാം. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധം എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തേക്കും. യഹോശാഫാത്ത് പറഞ്ഞു, യഹോശാഫാത്തിന് കുറേ സൈന്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ യഹോശാഫാത്ത് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ ചെയ്തത് വർഷിപ്പാ ചെയ്തത്. ഈ നമ്മൾ ഓയൊക്കെ ഇങ്ങനെ പാടുന്നത് ഒരു യുദ്ധമാണ്. നമ്മൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ